ഹായ് ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറും സുജാതയുമാണ് ബലരാമന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും എന്നുള്ള ഒരു സത്യം ഭാഗ്യശ്രീ ബലരാമനോട് വെളിപ്പെടുത്തുന്നതും ഇത് കേട്ട് ആകെ ഷോക്കായി പോകുന്നുണ്ട് ബലരാമൻ. ഇനി മുതൽ ആത്മാർത്ഥമായി തന്നെ അവരെ അച്ഛനും അമ്മയുമായിട്ട് കണ്ടോളാനും ജൂബിലി ഹോസ്പിറ്റലിൽ വെച്ച് സുജാത മാഡത്തിന്റെ മൂത്ത മകനായി ഏട്ടൻ ജനിച്ചു. പക്ഷെ എന്റെ അച്ഛനും അമ്മയും ചേർന്ന് ജനിച്ച ദിവസം തന്നെ ഏട്ടനെ തട്ടിയെടുത്തു. സാഗർ സാറിനോടുള്ള പകയായിരുന്നു അതിന് പിന്നിൽ. എന്നാൽ പിന്നീട് അവർ കഥയുണ്ടാക്കിയത് ഏട്ടനെ അവർ ഉപേക്ഷിച്ചതാണെന്ന് പറഞ്ഞിട്ടാ. എല്ലാ സത്യവും ലാലിയാന്റിക്ക് അറിയാം. അങ്ങനെ സത്യങ്ങളെല്ലാം അറിയുന്നതും ബലരാമൻ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഭാഗ്യശ്രീയോട് പറയും, അന്ന് ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോയപ്പോ എന്റെ മനസ്സിനോട് പറയും പോലെ തോന്നി, നീ നിന്റെ കുടുംബത്തിൽ എത്തിയിരിക്കുന്നുവെന്ന്. അങ്ങനെയാണ് ഞാൻ അവരെ അച്ഛ അമ്മ എന്നും വിളിച്ചു തുടങ്ങിയത്. പക്ഷെ ഞാൻ ഈ പാപമൊക്കെ എവിടെ കൊണ്ട് കളയും? എന്റെ അച്ഛനെയും അമ്മയും സഹോദരിയെയും കൊല്ലാൻ നോക്കിയവനല്ലേ ഞാൻ? എന്തൊരു ദുഷ്ടതയാണ് ഞാൻ ചിന്തിച്ചത്. ഇങ്ങനെയെല്ലാം പറഞ്ഞ് ബലരാമൻ കുറ്റബോധത്തോടെ പൊട്ടിക്കരയുമ്പോഴും ഭാഗ്യശ്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ഏട്ടന്റെ ദുഷ്ടതയല്ല, എന്റെ അമ്മയുടെ അച്ഛന്റെയും ദുഷ്ടതയായിരുന്നു. ഒരു വലിയ സത്യമാണ് ഏട്ടൻ ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത്. ഈ രഹസ്യം ഇപ്പൊ പലരും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നും ആലോചിക്കണ്ട, മനസ്സിന്റെ ഭാരം മാറിയല്ലോ. ബലരാമനും പറയുന്നുണ്ട്, അതെ സത്യമാണ്, മനസ്സിനിപ്പോ എന്തെന്നില്ലാത്തൊരു ശാന്തത തോന്നുന്നെന്ന്. അതിനുശേഷം കാണിക്കുന്നത് മാനസ സുമിത്ര പറഞ്ഞതിനെ പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഹേമ വന്നിട്ട്, നീ ഇത് എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുക? നേരെ എത്രയെന്നറിയോ? വല്ലതും കഴിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോ, അല്ല ഞാൻ അമ്മയോടൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നെ തള്ളി പറയുന്ന കൃഷിന്റെ പുറകെ ഞാൻ എന്തിനാ ഇനി പുറകെ പോകുന്നത്? ഹേമയ്ക്ക് മാനസ ആ പറയുന്നത് കേട്ട് സന്തോഷം തോന്നുകയാണ്. ബെസ്റ്റ്, ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു ആലോചന നോക്കാം. എന്താ മോളെ? അപ്പൊ മാനസ് പറയും, ആലോചനയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഉറപ്പിക്കുകയും ചെയ്തു. അത് കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് ഹേമ. തുടർന്ന് മാനസ് പറയും, ഞാൻ കെട്ടാൻ പോകുന്ന ചെക്കനെയും വന്നു കയറാൻ പോകുന്ന വീടും ഏതാ എവിടെയാന്നൊക്കെ ഞാൻ ഉറപ്പിച്ചെന്ന്. സാഗറങ്കലിന്റെയും സുജാതാന്റിയുടെയും മൂത്ത മകനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. മാനസ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ഹേമയ്ക്ക് പിച്ചും പേയും പറയുന്നതായിട്ടാണ് തോന്നുന്നത്. അതോ ഇനിയിപ്പോ ഞങ്ങളെയൊക്കെ നീ കളിപ്പിക്കുന്നതാണോ? 2 മിനിറ്റ് മുമ്പ് നീ പറഞ്ഞു ഇനി കൃഷിന്റെ പുറകെ നീ നടക്കില്ലാന്ന്. ദേ ഇപ്പൊ പറയുന്നു സാഗറിന്റെയും സുജാതയുടെയും മൂത്ത മകനെ കല്യാണം കഴിക്കുമെന്ന്. ഇതിപ്പോ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ അവർക്ക് മക്കള് വേറെ ഉണ്ടെന്ന്. അത് കേൾക്കേണ്ട താമസം മാനസ പറയുകയാണ് തിരിച്ച്, കറക്റ്റ്, അവർക്ക് വേറൊരു മകനുണ്ടമ്മേ, മൂത്ത മകൻ. ആ മകനെയാണ് ഞാൻ കെട്ടുന്നത്. എന്നാൽ ഹേമയുടെ കിളി പോകുന്നുണ്ട്. ഹേമ പറയും, നീ എന്നെ ഇങ്ങനെ ഇട്ട് പ്രാന്ത് പിടിക്കാതെ എന്താ ഏതാന്നൊക്കെ ഒന്ന് തുറന്നു പറ മാനസേ. പറയാമെന്ന് പറഞ്ഞിട്ട് മാനസ പിന്നീട് സുമിത്രയെ കാണാൻ പോയതും സുമിത്ര സംസാരിച്ച കാര്യങ്ങളെ പറ്റി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് ഹേമയ്ക്ക്. ഹേമയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ് ആകെ ഞെട്ടിധരിച്ചു പോവും. എല്ലാം അറിയിച്ചതിന് ശേഷം മാനസ പറയുന്നുണ്ട്, ഞാൻ ഈ സത്യങ്ങളെല്ലാം ആ വീട്ടിൽ വെളിപ്പെടുത്താൻ പോവാമേ. ബലരാമൻ സഹോദരനാണെന്ന് അറിയുമ്പോൾ കൃഷിയുടെയും ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആ അവസരമാണ് എനിക്ക് വേണ്ടത്. ഞാൻ ബലരാമന്റെ ഭാര്യയായി ആ വീട്ടിൽ കയറും. ബാക്കി നടക്കാൻ പോകുന്നതൊക്കെ അമ്മ കണ്ടോ. എന്നാൽ ഹേമയ്ക്ക് ഇതൊന്നും ഒട്ടും സമ്മതമാവുന്നില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് പിടിക്കാതിരിക്കാനാണ് അമ്മേ എന്റെ ഈ നീക്കങ്ങൾ. കൃഷിനെ കിട്ടില്ലെന്നറിഞ്ഞ് മാനസിക നില തകർന്നു നിൽക്കുമ്പോഴാണ് ഇതെല്ലാം അറിയുന്നത്. എനിക്ക് ബലരാമനെ വേണം, ആ വീട്ടിലെ മരുമകളാകണം. മാനസയുടെ കളികൾ ഇനി സാഗർ കുടുംബം കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നെല്ലാം പ്രതികാരഭാവത്തിൽ പറഞ്ഞിട്ടാണ് മാനസ ഹേമയുടെ മുന്നിൽ നിന്നും പോകുന്നത്. അതിനുശേഷം കാണിക്കുന്നത് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് വന്നിട്ട് ശ്രീനിവാസൻ ചോദിക്കുന്നുണ്ട്, എപ്പോ വന്നു എന്ന്. ഞാൻ കുറച്ചു നേരമായി വന്നിട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൺമണി. അപ്പോഴാണ് ശ്രീനി പറയുന്നത്, മോളെ അച്ഛന് എന്തൊക്കെയോ ഒരു പേടി പോലെ. അച്ഛൻ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുകയല്ലേ. മോളും കൃഷ് സാറും തമ്മിലുള്ള അടുപ്പം അച്ഛനറിയാം. പക്ഷേ ആ ബന്ധം കൃഷ് സാറിന്റെ വീട്ടുകാർ അംഗീകരിക്കുമോ മോളെ? കൃഷ് സാറിന്റേത് ഒരു ബിസിനസ് കുടുംബമല്ലേ. പല ഘടകങ്ങളും നോക്കി ഈ വിവാഹത്തിന് അവർ സമ്മതം മൂളുകയുള്ളൂ. എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന ഗോകുലാണെങ്കിൽ ശ്രീനിവാസനോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, ഈ കല്യാണം നടക്കും അച്ചച്ച. അച്ചച്ചനും അപ്പയും ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, എല്ലാ കാര്യങ്ങൾക്കും ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും. നീ കരുതുന്ന പോലെ അത്ര എളുപ്പമല്ലടാ കാര്യങ്ങളെന്ന് ശ്രീനി പറയുന്നുണ്ടെങ്കിലും പറയുന്ന പോലെ തന്നെ എളുപ്പമോ അച്ചച്ച കാര്യങ്ങൾ. കാരണം എന്താണെന്നറിയോ? അപ്പയെ കെട്ടുന്നതേ കൃഷ് സാറാ. കൃഷ് സാർ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങി കഴിഞ്ഞാൽ അത് നടത്തിയെടുത്തിട്ടേ തിരിച്ചു കയറത്തുള്ളൂ. ഉദാഹരണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തൊക്കെ എതിർപ്പ് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും കൃഷ് സാറ് പിന്നോട്ട് പോവില്ല. ഇപ്പൊ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു. കൃഷ് സാറ് ജയിലിലായി, അപ്പ ജയിലിലായി. പക്ഷേ കൃഷ് സാറിന്റെ ഇഷ്ടം കുറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കുറയ്ക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ആ സൈക്കോയുമായിട്ടുള്ള അപ്പയുടെ കല്യാണത്തിന് ഇവിടെ മുഴുവൻ പോലീസ് അല്ലായിരുന്നോ? എന്നിട്ട് ഒരു മായാവിയെ പോലെ കൃഷ് സാറ് വീടിന്റെ അകത്ത് വന്നില്ലേ? കല്യാണം പൊളിച്ച് കയ്യിൽ കൊടുത്തില്ലേ? കൃഷ് സാർ അതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ?
അപ്പയെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടേ പകുതിയിൽ വെച്ച് പേടിച്ചു പോകുന്ന ആളല്ല കൃഷ് സാർ. ഗോകുലിന്റെ കൃഷ്ണനെ പറ്റിയുള്ള ഈ വാക്കുകൾ കേട്ട് ശ്രീനിക്കും അതുപോലെ കൺമണിക്കും ഒക്കെ ഒത്തിരി സന്തോഷം തോന്നുകയാണ്, ആശ്വാസം തോന്നുകയാണ്. ഗോകുൽ എന്നിട്ട് പറയുന്നുണ്ട്, അച്ചച്ചൻ കണ്ടോ, അപ്പയും കൃഷ് സാറും തമ്മിലുള്ള കല്യാണം ഈ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണമായിരിക്കും. മന്ത്രിമാരും സിനിമാക്കാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു അടിപൊളി കല്യാണം. ഓ, കല്യാണ ദിവസത്തിന്റെ ആഘോഷങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ സ്വപ്നം കണ്ടു തുടങ്ങി. കൺമണിയും ശ്രീനിയും ഒക്കെ അത് കേട്ട് ചിരിക്കുന്നുണ്ട്. അവരുടെ ടെൻഷൻസ് എല്ലാം പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശ്രീനി ഗോകുലിനോട് പറയും, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോഴേ അച്ചച്ചന് എന്തോ ഒരു ധൈര്യം തോന്നടാ. അച്ചച്ചൻ ധൈര്യത്തോടെ തന്നെ ഇരിക്കുക അച്ചച്ച. നമ്മുടെ വീട്ടിൽ നല്ല കാര്യങ്ങൾ നടക്കാൻ പോവുക. പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാള് ഇംഗ്ലണ്ടിലേക്ക് പോകാൻ പോകുന്നു, സത്യഭാമ അപ്പച്ചി. അത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. അതുപോലെ അമ്മയുടെ ചാട്ടവും ബഹളവും ഒക്കെ ഒരല്പം കുറഞ്ഞിട്ടുണ്ട്. ആ സൈക്കോ വരണം ഇനിയൊന്ന് അടങ്ങും. അതുകൊണ്ട് അച്ചച്ചൻ ഹാപ്പി ആയിട്ട് തന്നെ കാറ്റുകൊണ്ടിരിക്കും. കല്യാണത്തിന്റെ പേരിൽ ഇനി ഒരു ടെൻഷന്റെ ആവശ്യമേ ഇല്ല, അത് താരെ നടക്കും. നിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് ഇതൊക്കെ കേട്ട് ശ്രീനിയും തിരിച്ചു പറയുകയാണ്, നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോവുകയാ. അപ്പൊ ഗോകുലും പറയുന്നുണ്ട്, ഞാൻ അച്ഛനെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, സത്യം പറഞ്ഞതാ. കൃഷ് സാറുമായിട്ടുള്ള അപ്പയുടെ കല്യാണം ഉടനെ നടക്കും. അതേസമയം ഗോകുലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ശ്രീനി. എന്നിട്ട് കൺമണിയോട് ശ്രീനി പറയും, മോളെ ഇപ്പൊ എന്റെ ടെൻഷൻ എല്ലാം മാറി. കൺമണിക്കും സന്തോഷം തന്നെ. അതിനുശേഷം കാണിക്കുന്നത് സാഗറിന്റെ അടുത്ത് ചെന്നിട്ട് ആന്റിയമ്മ, അനിയൻകുട്ട, ഇന്നലെ മുതലേ നീ എനിക്ക് മുഖം തരാതെ മാറി നടക്കുക എന്നിങ്ങനെ പറയുന്നത് കേട്ട് സത്യ ചേച്ചിയമ്മയുടെ മുഖത്ത് മാത്രമല്ല ആരുടെ മുഖത്തേക്ക് നോക്കാനും എനിക്ക് വയ്യ. എന്റെ ശക്തിയൊക്കെ ചോർന്നു പോയതുപോലെ. എന്നാൽ ഇത് കേൾക്കുന്നതും ആന്റിയമ്മ സാഗറിനെ ഉപദേശിക്കുന്നുണ്ട്, നീ അങ്ങനെയൊന്നും സംസാരിക്കല്ലേടാ, എന്ത് ശക്തി ചോർന്നു? ഞാൻ പറയട്ടെ, നീ ശുദ്ധനായിപ്പോയി. മുഖം കറുത്ത് സംസാരിക്കേണ്ടടുത്ത് അങ്ങനെ തന്നെ ചെയ്യണമെന്നേ. മനസ്സ് കല്ലാക്കേണ്ടടുത്ത് കല്ലാക്കി തന്നെ തീരണം. സാഗറും അപ്പൊ പറയുന്നുണ്ട്, ഉറച്ച തീരുമാനം എടുക്കേണ്ട സ്ഥലത്ത് എനിക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. മനസ്സ് കല്ലാക്കേണ്ടടുത്ത് കല്ലാക്കുക തന്നെ ചെയ്യും. പക്ഷേ ഞാനിപ്പോ പെട്ടിരിക്കുന്നത് ധർമ്മസങ്കടത്തിലാ. കൃഷിന്റെ വിവാഹകാര്യത്തില് മാനസ, കൺമണി ഈ 2 പേരുകളും മുന്നിൽ തന്നെ നിൽക്കുകയല്ലേ. അത് കേട്ട ഉടനെ ആന്റിയമ്മ പറഞ്ഞു കൊടുക്കും, 2 പേരുകളോ? ആരുടെ മുമ്പില്? കൃപയുടെ മുമ്പിൽ ആ 2 പേരുകളും ഉണ്ടാവും. പക്ഷെ നമുക്കൊറ്റ പേര് മാത്രമേ ഉള്ളൂ, മാനസ, അല്ലേ? അങ്ങനെയല്ലേടാ? എന്നാൽ സാഗർ ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് മാനസയ്ക്ക് വേണ്ടി ആന്റിയമ്മ കുറെ പൊക്കി പറയുന്നുണ്ട്, കൺമണിയേക്കാൾ എത്രയോ ഉയരത്തിലാണ് മാനസ. ഒന്നാമതേ അവള് നമ്മുടെ കുട്ടിയെ കുടുംബ മഹിമ, വിദ്യാഭ്യാസം, സൗന്ദര്യം, അങ്ങനെ ഏത് കാര്യത്തിലാണ് മാനസ കൺമണിക്ക് പുറകിലായി പോകുന്നത്? പിന്നെ കൃഷിന്റെ പിടിവാശിയും, അത് വെറും ഭ്രമമാ. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് സംഭവിക്കുന്ന ഒരുമാതിരി ഭ്രമം. അതിൽപ്പെട്ട് മനസ്സിളക്കി നിൽക്കുമ്പോ നമ്മളെല്ലാത്തിലും ഇല്ലാത്ത മഹത്വമൊക്കെ കാണും. എന്നാൽ ആന്റിയമ്മയുടെ വാക്കുകളൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല സാഗർ. കൃഷി പറഞ്ഞത് നോക്കുമ്പോ കൺമണിയെ പറ്റി പറഞ്ഞതെല്ലാം ഇല്ലാത്ത കാര്യങ്ങളല്ല ചേച്ചിയമ്മ. അത് കേട്ട ആന്റിയമ്മയ്ക്ക് പേടിയാവുന്നുണ്ട്. നീ എന്താടാ പറഞ്ഞത്? അല്ല, കൺമണിയാണ് പല കാര്യങ്ങളിലും മാനസയേക്കാൾ മുന്നിൽ നിൽക്കുന്നത്. കൃഷിന് കൂടുതൽ യോജിക്കുന്നതും നമ്മുടെ കുടുംബത്തിന് ചേരുന്നതും കൺമണിയല്ലേ എന്ന് എന്റെ മനസ്സ് പറയുന്നു. ആന്റിയമ്മയ്ക്ക് ഇതങ്ങോട്ട് കേൾക്കുന്നതും ദേഷ്യാവുകയാണ്. ചാടി എഴുന്നേറ്റിട്ട്, നീ എന്താ പറഞ്ഞത്? മാനസയേക്കാൾ കുടുംബത്തിന് ചേരുന്നത് കൺമണിയാണെന്നോ? അങ്ങനെയാണോ? നീ ഒന്നുകൂടെ പറഞ്ഞത്. ഇതും പറഞ്ഞിങ്ങനെ ബഹളം വെക്കുമ്പോ സാഗർ ചേച്ചിയമ്മ ഇങ്ങനെ ബഹളം വെക്കല്ലേ, ഞാനൊരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. എന്നാലേ ഇത് അഭിപ്രായം പറച്ചിലല്ല, വിവരക്കേട് വിളിച്ചു കൂവുന്നതാ. മാനസേക്കാൾ മെച്ചം കൺമണിയാണെന്നോ? എനിക്ക് മനസ്സിലായടാ, കൃഷിനും കൃപയ്ക്കും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്നത് നീയാണെന്ന്. ഇന്നലെ കൃഷി ന്യായം പറഞ്ഞപ്പോ നീ അങ്ങ് തണുത്തു നിൽക്കുമായിരുന്നു. വെറുതെ ആളുകളെ കാണിക്കാൻ വേണ്ടി കുറെ ഒച്ചപ്പാടുണ്ടാക്കി. അതൊക്കെ ചുമ്മാ ഒരു ഷോ. നിന്റെ മനസ്സിലിരിപ്പ് അങ്ങനെയായിരുന്നല്ലേ? മാനസയല്ല, കൺമണിയാണ് നിന്റെ മരുമകള്, അല്ലേ? ഇങ്ങനെയും പറഞ്ഞ് സാഗറിനെ വഴക്ക് പറയുന്നുണ്ട് ആന്റിയമ്മ. അവസാനം പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചതാ. കൃഷി വിവാഹം കഴിക്കുന്നത് മാനസയെ തന്നെയായിരിക്കും. സുജാതയുടെയും അഭിപ്രായം ഇത് തന്നെയായിരിക്കുമെന്ന് ആന്റിയമ്മ തറപ്പിച്ച് പറയുന്നുണ്ട്. ഏതായാലും ആന്റിയമ്മയുടെ ഈ ബഹളം വയ്ക്കലും ഒച്ചപ്പാടും ഒക്കെ കേട്ട് സാഗറിന് മനസ്സും അടുത്തു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആന്റിയമ്മയെ തണുപ്പിക്കാൻ വേണ്ടി പറയും, ചേച്ചിയമ്മേ, ഞാൻ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നോക്കി എന്തെങ്കിലും ചെയ്യൂ. ഇപ്പൊ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്ത് തീരുമാനമെടുത്താലും വിവാഹം കഴിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ കൃഷല്ലേ. അപ്പൊ അവന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കണല്ലോ. അത് വെച്ചൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ വിഷയം തന്നെ വിട്ടേക്കാന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നതും നീ വിട്ടോ. പക്ഷേ ഞാൻ വിടില്ല. നോക്ക്, കുട്ടിക്കളിക്ക് നീ കൂട്ട് നിൽക്കരുത്. കൊടുത്ത വാക്കിൽ നിന്നും എടുത്ത തീരുമാനത്തിൽ നിന്നും നീ പിന്നോട്ട് പോകരുത് സാഗർ. അതുണ്ടാക്കുന്ന ദോഷം നമ്മൾ കരുതുന്നതിനും അപ്പുറത്തായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം കാണിക്കുന്നത് കൺമണിയും കൃഷിയും തമ്മിൽ ഫോണിലൂടെ സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തോ നല്ലത് നടക്കാൻ പോകുന്ന ഒരു തോന്നലുണ്ട് കൃഷി സാറെന്ന് കൺമണി പറഞ്ഞപ്പോ, അത് വെറും തോന്നലല്ല കൺമണി, സത്യമാ. പലതും പെട്ടെന്ന് തന്നെ നടക്കും. കാരണം കൃപയുണ്ടല്ലോ നമ്മുടെ കൂടെ. കൃപ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുക. അതേസമയം കൺമണി കൃപയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൃപയെപ്പോലെ അനിയത്തിയെ കിട്ടിയത് കൃഷി സാറിന്റെ ഭാഗ്യമാണെന്നും വളരെ പോസിറ്റീവാണ് അവൾ. അസുഖമായിട്ട് കിടക്കുമ്പോഴും ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം എന്ന് പറയുന്നുണ്ട് കൃഷും. അവള് കൂടെ ഉണ്ടാകുമ്പോഴേ
എല്ലാവർക്കും നല്ല ധൈര്യമാണ്. ആ ഒരു ധൈര്യം കൂടെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കല്യാണം എത്രയും വേഗം നടക്കും. ഇതേ സമയം കൺമണി ഓർമ്മിപ്പിക്കുന്നുണ്ട്, കാര്യമൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നമ്മുടെ കല്യാണം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി വേണം. അതേ ഉള്ളൂ ഒരേ ഒരു ആവശ്യം എനിക്ക്. അക്കാര്യത്തിൽ ഇനി ഉറപ്പ് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കൺമണി. ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ കൃപയുടെ കയ്യിലാ. അവള് പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിക്കേ മാർഗമുള്ളൂ. നാളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് അവള് പറഞ്ഞത് നാളെ. ഇതെല്ലാം കേട്ട് കൺമണി അയ്യോ അതൊക്കെ ആകെ പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പേടിക്കണ്ട, കൃപ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അവള് തന്നെ തീർത്തോളും. ശേഷം കൃഷി കൺമണിയോട് നാളെ ഞാൻ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓഫീസിലേക്ക് പോയാലോ എന്ന് പറയുന്നുണ്ടെങ്കിലും കൺമണിക്ക് അത് സമ്മതമാവുന്നില്ല, പേടിയാണ്. അതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് ഞാൻ തനിയെ എത്തിക്കോളാം എന്ന് പറയും. എന്നാൽ കൃഷി കൺമണിയോട് എടോ തന്നെ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത്, കൺമണിയെ കാണാനാ. വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന അത്രയും തന്നെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാലോ. കൃഷി ആ പറഞ്ഞത് കേട്ട് ഇഷ്ടമാവുന്നുണ്ട് കൺമണിക്ക്. സത്യം പറഞ്ഞാലേ എനിക്കും അതേ ഫീല് തന്നെയാ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നൊരു തോന്നൽ. പക്ഷേ കൺമണി ആ പക്ഷേ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് കൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. വീട്ടിലാരെങ്കിലും കാണുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കുമെന്ന്. എന്നിട്ട് കൺമണിയോട് പറയും, എന്റെ കൺമണി ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ കാര്യത്തില് കൃപ ഒരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ നമ്മൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുകയല്ലേ. എന്നാൽ പെട്ടെന്നാണ് കൃപയുടെ വരവ്. ഒരാഴ്ച കൊണ്ടല്ല, ഇപ്പൊ തന്നെ ഞാൻ വേണമെങ്കിൽ തീരുമാനം ഉണ്ടാക്കി തരാം. അങ്ങനെയും പറഞ്ഞ് കൃഷിന്റെ കയ്യിൽ നിന്നും ഫോൺ മേടിക്കുകയാണ്. കൺമണി ചോദിക്കുന്നുണ്ട്, കൃപയാണോ? അതെ കൃപയാണ്. അതെ ഏട്ടത്തിയമ്മേ, ഒരു ചൊല്ലുണ്ടല്ലോ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോവാനും പാടില്ലാന്ന്. അതുപോലെ ഇപ്പൊ നിങ്ങളുടെ കാര്യം കേട്ടോ. കാണണം, മിണ്ടണം, അറിയണം, യാത്ര ചെയ്യണം, പക്ഷേ വീട്ടുകാരൊന്നും അറിയാനും പാടില്ല, അല്ലെ? നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, നിങ്ങളുടെ കല്യാണം വേണമെങ്കിൽ ഞാൻ ഇപ്പൊ നടത്തി തരാം എന്നൊക്കെ പറഞ്ഞ് കൃപ വലിയ വെല്ലുവിളി നടത്തുമ്പോ കൃപയോടൊന്ന് അടങ്ങാൻ പറയുന്നുണ്ട് കൃഷ്. അങ്ങനെ കൺമണി കൃപയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗോകുല് വന്നിട്ട് കൺമണി അറിയിക്കുന്നത്, ദേ സത്യഭാമ അപ്പച്ചി ഇറങ്ങാൻ പോവാണെന്ന്. അങ്ങനെ കൺമണി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ടിയും. എന്തായാലും കൃപയുടെ ഈ അമിതാവേശമൊക്കെ കണ്ട് കൃഷി ചോദിക്കുന്നുണ്ട്, നീ ഇത് അവസാനം കോളമാക്കി തരുമെന്ന്. എന്നാൽ കൃപ പറയും, നേരെ ചൊവ്വയെ നടത്താനായിട്ട് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ, അപ്പൊ കുറച്ച് ബേളം ഉണ്ടാക്കി തന്നെ നടത്തണം. അവിടെ നമ്മുടെ ആന്റിയമ്മയുണ്ടല്ലോ, അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക, ചത്തുകളയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയുടെ മനസ്സും ആന്റിയമ്മ പ്രശ്നത്തിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഏട്ടാ, ഞാൻ ഉടനെ തന്നെ എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും, എന്റെ കൂടെ നിന്നോണം കേട്ടോ. താലി കെട്ടിയ കാര്യമൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ച് പറയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃപയുടെ പോക്ക്. കൃഷാണെങ്കിലും പിന്നീട് കൃപ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, എല്ലാം കൃപയുടെ ഇഷ്ടത്തിന് വിടുകയാണ്. അങ്ങനെ സത്യഭാമ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എല്ലാവരും സന്തോഷവും സങ്കടവും കലർന്ന ഭാവത്തോടെയാണ് യാത്രയയപ്പ് നൽകുന്നത്. അതോടൊപ്പം ഭാമ എല്ലാവരോടുമായിട്ട് എനിക്കൊരു അപേക്ഷയുണ്ടെന്നും അത് കൺമണിയുടെ കാര്യം നോക്കിക്കൊള്ളണം അതും പറഞ്ഞ് കൺമണിക്കൊരു ഉമ്മ കൊടുക്കുകയാണ്. കൺമണി തിരിച്ചും. എന്നിട്ട് പറയും, ഒരു സമയത്ത് ഞങ്ങൾ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു, അതൊക്കെ നീ മറക്കണം, നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിക്കണം. ഇതൊക്കെ പറഞ്ഞ് ഭാമ കരയുമ്പോൾ കൺമണിക്കും അത് കണ്ടിട്ട് സങ്കടമാവുകയാണ്. അമ്മായിയോട് ഇറങ്ങാൻ നോക്കുന്നത് തന്നെ പറയും. എല്ലാവരും കൂടെ ഭാമയെ യാത്ര അയക്കുമ്പോൾ ദേഷ്യത്തോടുകൂടിയും അസൂയോടുകൂടിയും നിൽക്കുകയാണ് ധനലക്ഷ്മി.